കുണ്ടറ ഇടവട്ടം പൂജപ്പുര സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ മഹാനവീകരണ കലശം തുടങ്ങി. സമ്മേളനം മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. 17 വർഷങ്ങൾക്ക് ശേഷമാണ് ക്ഷേത്രത്തിൽ മഹാനവീകരണ കലശം നടക്കുന്നത്. 18-ന് സമാപിക്കും. ഇടവട്ടം പൂജപ്പുര സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ മഹാനവീകരണ കലശത്തിന് തുടക്കമായി. ഇതിന്റെ ഭാഗമായി ക്ഷേത്രമൈതാനിയിൽ നടത്തിയ സമ്മേളനം മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. ഈ പൂജപുരേശ്വരന്റെ സന്നിധിയിൽ നിങ്ങളെല്ലാവരും ഇന്ന് വന്നു ചേർന്നിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ. ബഹുമാനായ ശ്രീ ഇടവട്ടം വിനോദ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, യഥാർത്ഥത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞു, 12 വർഷം കൂടുമ്പോഴാണ് ഒരു ക്ഷേത്രത്തിൽ നവീകരണ കലശം നടക്കേണ്ടത്. ചില കാരണങ്ങളാൽ അല്പം വൈകി. പക്ഷേ എന്നാലും ദൈവപ്രശ്നമെല്ലാം വെച്ച് അതിൻ്റെ എല്ലാ ആചാരപരമായ അനുഷ്ഠാനപരമായ നടപടികളും പൂർത്തിയാക്കി നമ്മൾ ഈ നവീകരണ കലശത്തിലേക്ക് കടക്കുകയാണ്. NSS താലൂക്ക് യൂണിയൻ ചെയർമാൻ ആദിക്കാടി ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. TR രാമനാഥൻ, തന്ത്രി മുടപ്പിലാപ്പിള്ളിമഠം നീലകണ്ഠന് ഭട്ടതിരി, ജീവകുമാർ, ഇടവട്ടം വിനോദ, സതീഷ് ചന്ദ്രൻ, R ഓമനക്കുട്ടൻ, KB ഗിരിജാദേവി അമ്മ, K രതീഷ് കുമാർ, ഗോപികാനാഥ് എന്നിവർ പങ്കെടുത്തു. മഹാകുംഭകലശാഭിഷേകം, ആധ്യാത്മിക പ്രഭാഷണം, സംഗീതസുധ എന്നിവയും നടന്നു. ക്ഷേത്രത്തിൽ 17 വർഷങ്ങൾക്ക് ശേഷമാണ് മഹാനവീകരണ കലശം നടക്കുന്നത്. 18-ന് സമാപിക്കും. സമാപന സമ്മേളനം NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്യും. പ്രഥമ പൂജപുരേശ്വരൻ പുരസ്കാരം മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ സമ്മാനിക്കും. ആ ജ്വാലയെ ഭക്തജനങ്ങൾക്കും നാടിനും ഐശ്വര്യമായ പൂർണ്ണമായ ജ്വാലയായി എല്ലാ സർവ്വ ഐശ്വര്യത്തോടും കൂടിയ ഒരു ജ്വാലയാക്കി മാറ്റുവാനുള്ള പ്രക്രിയകളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിൻ്റെ ഒന്നാം വട്ടം കഴിഞ്ഞ 17 വർഷത്തിന് മുമ്പ് ഈ നവീകരണ കലശത്തിന് അന്നും അതിന് നേതൃത്വം കൊടുക്കുവാൻ പൂജപുരേശ്വരന്റെ അനുഗ്രഹത്താൽ സാധിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.